നമസ്കാരം. നിങ്ങളെപ്പോലെ നിയമം പാലിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല ഇത്. ഈ വീഡിയോ നിയമം ലംഘിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാൻ വേണ്ടി നിരത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വരും ദിവസങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കും. അതെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, നിയമലംഘനങ്ങൾ തടയുക, നിരത്തുകളിലെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുക, ഇവയൊക്കെയാണ് ക്യാമറകളുടെ ലക്ഷ്യം. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നവർ, പിന്നെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ, അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർ, സിഗ്നലുകൾ ലംഘിക്കുന്നവർ, ഇവരൊക്കെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. കാരണം ഇനിയെല്ലാം മുകളിലിരിക്കുന്നവർ കാണുന്നുണ്ട്. നിയമലംഘനങ്ങൾ ഈ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞാൽ പെറ്റി നോട്ടീസ് ഉടമയെ തേടിയെത്തും. ഇരുചക്ര വാഹനങ്ങളിൽ 3 പേര് സഞ്ചരിക്കുമ്പോഴും പിൻസീറ്റിൽ ഹെൽമറ്റ് ധരിക്കാതെ സഞ്ചരിക്കുമ്പോഴും ഈ ക്യാമറകൾ പിടികൂടും. അപ്പോൾ അങ്ങനെ നിയമം ലംഘിക്കുന്നവരോട് ഒന്നുകൂടി പറയട്ടെ, എല്ലാ നിയമലംഘനങ്ങളും ഈ ക്യാമറകൾ പിടിക്കും. ഇന്ന ഭയം ഏർക്കട്ടും. ഇനി ഒന്നും പഴയതുപോലെ ആകില്ല. മുക്കിലും മൂലയിലും അവൻ കണ്ണു തുറന്ന് ഇരിപ്പുണ്ട്. ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ അവന് കഴിയില്ല. കാരണം അവന്റെ മെമ്മറി പവർ അത്രക്ക് സ്ട്രോങ് ആണ്. നിർമ്മിത ബുദ്ധിയിലാണ് അവൻ പ്രവർത്തിക്കുക. അതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകൾ. നമസ്കാരം. നിങ്ങളെപ്പോലെ നിയമം പാലിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല ഇത്. ഈ വീഡിയോ നിയമം ലംഘിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടാൻ വേണ്ടി നിരത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വരും ദിവസങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കും. അതെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, നിയമലംഘനങ്ങൾ തടയുക, നിരത്തുകളിലെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുക, ഇവയൊക്കെയാണ് ക്യാമറകളുടെ ലക്ഷ്യം. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നവർ, പിന്നെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ, അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർ, സിഗ്നലുകൾ ലംഘിക്കുന്നവർ, ഇവരൊക്കെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. കാരണം ഇനിയെല്ലാം മുകളിലിരിക്കുന്നവർ കാണുന്നുണ്ട്. നിയമലംഘനങ്ങൾ ഈ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞാൽ പെറ്റി നോട്ടീസ് ഉടമയെ തേടിയെത്തും. ഇരുചക്ര വാഹനങ്ങളിൽ 3 പേര് സഞ്ചരിക്കുമ്പോഴും പിൻസീറ്റിൽ ഹെൽമറ്റ് ധരിക്കാതെ സഞ്ചരിക്കുമ്പോഴും ഈ ക്യാമറകൾ പിടികൂടും. അപ്പോൾ അങ്ങനെ നിയമം ലംഘിക്കുന്നവരോട് ഒന്നുകൂടി പറയട്ടെ, എല്ലാ നിയമലംഘനങ്ങളും ഈ ക്യാമറകൾ പിടിക്കും. ഇന്ന ഭയം ഏർക്കട്ടും. സംസ്ഥാനത്ത് ആകെ 726 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ 675 എണ്ണത്തിന്റെ പണി ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണിലെ സംസാരം, അപകടമുണ്ടായാൽ നിർത്താതെ പോകൽ എന്നിവ കണ്ടെത്തുകയാണ്. 25 എണ്ണം അനധികൃത പാർക്കിംഗ് ശ്രദ്ധിക്കും. അനധികൃത പാർക്കിങ്ങുകൾ കൂടിയ സ്ഥലത്താണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അമിത വേഗത കണ്ടാൽ ഉടൻ പിടികൂടാൻ ശേഷിയുള്ള 4 ക്യാമറകളും ഉണ്ട്. 18 ക്യാമറകൾ സ്ഥാപിച്ചത് ട്രാഫിക് സിഗ്നലുകൾ ലംഘിക്കുന്ന വാഹനങ്ങളെ കണ്ടെത്താനാണ്. ഇതിനെല്ലാം കൂടി ആകെ ചെലവ് 235 കോടി രൂപയാണ്. ഇത്രയും കോടികൾ മുടക്കി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചത് റോഡിലെ നിയമലംഘനങ്ങൾ പാടെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഈ ക്യാമറകൾ സ്ഥാപിച്ച് മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ സർക്കാരിന്റെ അനുമതി കിട്ടാത്തതിനാലാണ് പിഴ ഈടാക്കാതിരുന്നത്. ഇതിനകം ലക്ഷക്കണക്കിന് നിയമലംഘനങ്ങൾ ഈ ക്യാമറകളിൽ പതിഞ്ഞു കഴിഞ്ഞുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തന്നെ പറയുന്നത്. സംസ്ഥാന ജില്ലാ കൺട്രോൾ റൂമുകളിലാണ് നിയമലംഘനങ്ങളുടെ വിവരങ്ങൾ എത്തുക. ഉടൻ തന്നെ RC ഉടമയുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിയമലംഘനത്തിന്റെ സന്ദേശമെത്തും. പിന്നാലെ ചിത്രം സഹിതം പിഴ എത്രയെന്ന അറിയിപ്പും വരും. വീഡിയോ സ്കാനിംഗ് സോഫ്റ്റ്വെയർ സംവിധാനം വഴിയാണ് വാഹനങ്ങളെ ഈ ക്യാമറ നിരീക്ഷിക്കുക. കെൽട്രോണിന്റെ ഡാറ്റാ ബാങ്കിൽ ഈ ദൃശ്യങ്ങൾ എത്തും. നിയമലംഘനം നടന്നാൽ അത് ഉടൻ തന്നെ ലിസ്റ്റ് ചെയ്ത് ജില്ലാ കൺട്രോൾ റൂമുകളിലേക്ക് അയക്കും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനമോടിച്ചാൽ പിഴ 2000 രൂപ, അമിത വേഗത്തിന് 1500, സീറ്റ് ബെൽറ്റ്, ഹെൽമറ്റ് എന്നിവ ഇല്ലെങ്കിൽ 500, വാഹനത്തിൽ റിയർ വ്യൂ മിറർ ഇല്ലെങ്കിൽ 250, ഇരുചക്ര വാഹനങ്ങളിൽ 3 പേരെ കയറ്റിയാൽ 2000 രൂപ എന്നിങ്ങനെയാണ് പിഴ നിശ്ചയിച്ചിട്ടുള്ളത്. നിയമലംഘനങ്ങൾ ഇപ്പോൾ പൊതുവെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് തളാപ്പിൽ ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ASI K ബാബു പറയുന്നത്. നിയമലംഘനങ്ങൾ ഇപ്പം പൊതുവെ എല്ലാ സ്ഥലത്തും ഇത് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചെറുപ്പക്കാർ കുറച്ചാൾ ഒരു പിന്നെ യുവത്വത്തിൻ്റെ ഒരു ഇതിൽ ഹെൽമറ്റ് ഇതിൻ്റെ കുറച്ച് പിന്നോട്ട് ഇതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മധ്യവയസ്കരില്ലവരെല്ലാം ഹെൽമറ്റ് ധരിച്ചിട്ടും ഇതായിട്ടും സാധാരണ രീതിയിലുള്ളൊരു പക്വതയോടെയുള്ളൊരു ഡ്രൈവിംഗാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ പൊതുവെ വാഹനങ്ങൾ ഇപ്പം കൂടുതലായിട്ട് വലിയ വാഹനങ്ങൾ, ലോറികൾ അതെല്ലാം വരുന്നതുകൊണ്ടുള്ള കുറേ ചില
ട്രാഫിക് ഇത് വരുന്നുണ്ട്. മറ്റുള്ള ലംഘനങ്ങൾ പൊതുവെ ആൾക്കാർ ബോധവാന്മാരായി തുടങ്ങിയ ഒരു ഇതാണ് പൊതുവെ കാണുന്നത്. കണ്ണൂർ ജില്ലയിൽ 50 ഇടങ്ങളിലാണ് AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ക്യാമറകളുണ്ട്. ക്യാമറകളുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അത് നമുക്ക് നോക്കാം. ജില്ലാ അതിർത്തിയായ മാഹിയിൽ നിന്ന് തുടങ്ങുന്നു കണ്ണൂർ ജില്ലാ സർവറുമായി ബന്ധിപ്പിച്ച AI ക്യാമറകൾ. ന്യൂ മാഹിയിലെ പരിമടത്താണ് ആദ്യ ക്യാമറ. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 2 ദിശകളിലായി 2 ക്യാമറകൾ. ദേശീയപാതയിൽ കൊടുവള്ളി ഗേറ്റിലും 2 വശത്തേക്കായി 2 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പിൽ ഇരിട്ടി തലശ്ശേരി റോഡ്, അഞ്ചരക്കണ്ടി, തോട്ടട, തയ്യിൽ, മേലെ ചൊവ്വ ടൗൺ, മേലെ ചൊവ്വ മട്ടന്നൂർ കണ്ണൂർ റോഡ്, കണ്ണൂർ മുനീശ്വരൻ കോവിൽ റോഡ്, ചാലാട്, തളാപ്പ്, ഇരിട്ടി മട്ടന്നൂർ റോഡിലെ ഉരുവച്ചാൽ, മട്ടന്നൂർ കണ്ണൂർ ടൗൺ റോഡിലെ ചതുരക്കിണർ, കണ്ണൂർ തളിപ്പറമ്പ് റോഡിൽ പുതിയ തെരു, മട്ടന്നൂർ ആശുപത്രി ജംഗ്ഷൻ, ചാലോട്, മട്ടന്നൂർ, മാട്ടൂൽ തെക്ക്, മാങ്ങാട്ടുപറമ്പ്, കീരിയാട്, പുന്നാട്, കമ്പിൽ, പയഞ്ചേരിമുക്ക്, പേരാവൂർ പയഞ്ചേരി ജംഗ്ഷൻ, ഇരിട്ടിയിൽ തലശ്ശേരി ഇരിട്ടി പാലത്തിന് സമീപം, ഇരിട്ടി തലശ്ശേരി റോഡ്, ഇരിക്കൂർ, മയ്യിൽ, പുതിയങ്ങാടി ചൂട്ടാട് ബീച്ച്, പഴയങ്ങാടി പയ്യന്നൂർ കണ്ണൂർ റോഡ്, മാടായിപ്പാറ, വള്ളിത്തോട്, ഉളിക്കലിൽ 2, മന്ന, തളിപ്പറമ്പ് ചിറവക്ക്, ശ്രീകണ്ഠാപുരം, പയ്യാവൂർ 2, പയ്യന്നൂർ കേളോത്ത്, പയ്യന്നൂർ ടൗൺ, വൻകുളത്ത് വയൽ, കണ്ണൂർ സിറ്റി, ആലക്കോട്, ചെറുപുഴ എന്നീ സ്ഥലങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ക്യാമറ സ്ഥാപിച്ച ഇടങ്ങളൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് പൊതുജനങ്ങളുടെ സമക്ഷം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥലത്ത് മാത്രം നിയമം പാലിച്ചാൽ പോരാ, നിയമപാലനം എല്ലായിടത്തും ഒരുപോലെ നടപ്പാക്കണം. നിയമങ്ങൾ കർശനമായി പാലിച്ചാൽ ഈ ക്യാമറകളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ പറയുന്നത്. നിയമങ്ങൾ പാലിക്കുന്നവർക്ക് അതിൻ്റെ സംരക്ഷണവും ഉണ്ടാകും, ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും ഈടാക്കേണ്ടി വരും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.